ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് ഫാമ. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് UAE ജോബിനെ കുറിച്ചിട്ടാണ്. അതായത് ജോബിന്റെ വീഡിയോസ് ഒക്കെ ഇടുമ്പോഴത്തേക്കിനും ഇങ്ങനെ കമന്റ്സ് വരാറുണ്ട്, ഇവിടെ എന്താണ് ജോലി, അല്ലെങ്കിൽ ഇവിടെ ജോബ് എങ്ങനെ കിട്ടും, ഇവിടെ സാലറി എത്രയാണ്, ഇങ്ങനെയൊക്കെ ചോദിച്ച് കമന്റ്സ് വരാറുണ്ട്. ആക്ച്വലി ഞാൻ UAE ജോബ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽഡ് ആയിട്ട്. എനിക്കൊന്ന് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിരിക്കും ഇങ്ങനത്തെ കമന്റ്സ് ഒക്കെ ചോദിക്കുന്നത്. എന്തായാലും UAE ആ ഒരു ജോബിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അതായത് UAE നിങ്ങൾ ജോബ് നോക്കുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏത് രീതിയിൽ വേണം ജോലി നോക്കാൻ, ഇവിടുത്തെ സാലറി എത്ര ആയിരിക്കും, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളും. അതുപോലെ തന്നെ UAE ഞാനിപ്പോൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 2 years ആവുന്നു. ഈ ഒരു 2 yearsലെ എൻ്റെ ജോബ് എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. എന്തായാലും UAE ജോബ് നോക്കുന്നവർക്കും UAE ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഒക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ്ലി എൻ്റെ ജോബ് ഞാൻ പറയാം. ഞാനിവിടെ ഫാർമസിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പോൾ റാസൽ ഗെയിമയിലാണ് ഉള്ളത്. അപ്പോൾ MOH ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഫാർമസിസ്റ്റ് ആയിട്ടാണ് ഞാനിവിടെ വർക്ക് ചെയ്യുന്നത്. അതായത് ഓരോ സ്ഥലത്ത് ഇപ്പോൾ ദുബായിലാണെങ്കിൽ DHA വേണം, അതുപോലെ അബുദാബി ഹാദ് വേണം. നമ്മൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ MOH ആണ് വേണ്ടത്. അപ്പോൾ MOH ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റ് ആയിട്ടാണ് ഞാനിവിടെ വർക്ക് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ UAE ജോബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മിക്കപ്പോഴും വരുന്ന ഒരു ചോദ്യമാണ്, അതായത് നാട്ടിൽ നിന്ന് തന്നെ ജോലി നോക്കിയാൽ ഇവിടെ ജോബ് കിട്ടുമോ? ആക്ച്വലി അങ്ങനെ കിട്ടും, ചില ഏജൻസി ത്രൂ ഒക്കെ അങ്ങനെ കിട്ടാറുണ്ട്. പക്ഷെ ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ UAE ഇപ്പോൾ വിസിറ്റിങ്ങിൽ വന്നിട്ട് ജോബ് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പെട്ടെന്ന് എവിടെയെങ്കിലും വേക്കൻസി ഒക്കെ വരികയാണെങ്കിൽ അവർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് UAE അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരെ ആയിരിക്കും. സോ നമ്മൾ നാട്ടിൽ നിന്ന് ജോലി നോക്കുമ്പോൾ അങ്ങനെയുള്ള ജോലികൾ കിട്ടാനുള്ള ചാൻസസ് കുറയും. അതുകൊണ്ട് എപ്പോഴും നല്ലത് എന്താണെന്ന് വെച്ചാൽ UAE ഇപ്പോൾ വിസിറ്റിങ്ങിലൊക്കെ വന്ന് ജോബ് നോക്കുന്നതായിരിക്കും ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യം. രണ്ടാമത് വരുന്ന ഒരു ഡൗട്ട് ആയിരിക്കും, ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോലി എങ്ങനെ കിട്ടും, ജോലി എങ്ങനെ നമ്മൾ നോക്കണമെന്ന്. മെയിൻലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഓൺലൈൻ സൈറ്റ്സ് വഴി, അതായത് ഓൺലൈൻ ജോബ് സൈറ്റ്സ്, ലിങ്ക്ഡിൻ, ഇൻഡീഡ് ഇങ്ങനെയുള്ള ജോബ് സൈറ്റ്സ് വഴി നമുക്ക് ജോബ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതിൻ്റെ അകത്തൊക്കെ അപ്ലൈ ചെയ്തിടുക. എല്ലാ ദിവസവും വേക്കൻസീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, അത് അപ്ലൈ ചെയ്യുക. ആ ഒരു രീതിയിൽ നമുക്ക് ജോബ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ റെസ്യൂംസ് നിങ്ങൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയും കൂടി കൊടുക്കാം. ഇത് പലരും പറയാറുണ്ട് ഇപ്പോൾ എല്ലാം ത്രൂ ഓൺലൈൻ ആണ്, അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല. പക്ഷെ എനിക്ക് തോന്നിയ കാര്യം, ഇപ്പം ഞാൻ ഇപ്പോൾ ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ അടുത്തെല്ലാം ഫാർമസീസിലും കൊണ്ടുപോയി റെസ്യൂംസ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് അതുവഴി തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു കണക്ഷൻ ഉണ്ടാക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. സോ ഇവിടെ ഒരു കണക്ഷൻ, അതായത് നമ്മുടെ ഫീൽഡ് ആയിട്ടുള്ളവരുമായിട്ട് ഒരു കണക്ഷൻ കീപ്പ് ചെയ്യുന്നത് നമുക്ക് വേക്കൻസീസ് വരുമ്പോൾ അറിയാനും, അല്ലെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് തന്നെ നമുക്ക് ജോബ് കിട്ടാനും അത് ഹെൽപ്പ് ചെയ്യും. സോ ഇങ്ങനെ നമ്മൾ കൊണ്ടുപോയി കൊടുക്കുമ്പോഴത്തേക്കിനും അങ്ങനെ ഒരു കണക്ഷൻ കിട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അതിനോടൊപ്പം തന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഫാർമസിയിൽ റെസ്യൂം കൊടുത്തു, അവിടെ വേക്കൻസി ഒന്നും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ പോലും ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ഫാർമസിസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഫാർമസിയിൽ വർക്ക് ചെയ്യുന്ന ഫാർമസിസ്റ്റുമായിട്ട് കണക്ഷൻ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അവിടെ എന്തെങ്കിലും വേക്കൻസി വരികയാണെങ്കിൽ അവർ ഈ റെസ്യൂംസ് അങ്ങോട്ട് കൊടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുവഴി അവർ നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ ജോബ് കിട്ടാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. സോ ആ ഒരു രീതിയിൽ നിങ്ങൾ റെസ്യൂം കൊണ്ടുപോയി കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ CV കൊണ്ടുപോയി കൊടുക്കുന്നതും നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യം. ഒരു കാര്യമാണ് കണക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്നവരുമായിട്ട് ഒരു കോണ്ടാക്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാം. ഇങ്ങനെ കുറച്ച് കോണ്ടാക്ട്സ് കിട്ടുകയാണെങ്കിൽ തന്നെ നമുക്കത് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നമുക്ക് ജോബ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും വേക്കൻസീസ് വരുവാണെങ്കിലും അവർ വഴി നമുക്കത് അറിയാനും പറ്റും, നമുക്കത് അപ്ലൈ ചെയ്യാനും പെട്ടെന്ന് ആ ഒരു ജോബ് കിട്ടാനും ഉള്ള ചാൻസസ് കൂടും. സോ അങ്ങനെ ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടൂടി നോക്കാം. സോ ഇതെങ്ങനെ ഇങ്ങനത്തെ കണക്ഷൻസ് കിട്ടുമെന്ന് പലരും ചോദിക്കാറുണ്ട്. പലരും നമുക്ക് ഓൺലൈൻ ത്രൂ, അതായത് ലിങ്ക്ഡിൻ സൈറ്റ്സ് ഒക്കെ നമുക്ക് അതിന് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കൂട്ട് തന്നെ ഇങ്ങനെ റെസ്യൂംസ് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ആ രീതിയിൽ നമുക്ക് കോണ്ടാക്ട്സ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സാലറി എക്സ്പെക്ടേഷൻ. ഇത് നമ്മൾ എപ്പോഴും ഇന്റർവ്യൂസിന് പോകുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമായിരിക്കും സാലറി എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി ഈ ഒരു സാലറി എക്സ്പെക്ടേഷൻ എത്രയെന്ന് നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര വലിയൊരു എമൗണ്ട് പറയുക ആണ് എങ്കിൽ നമുക്ക് ആ ഒരു ജോബ് കിട്ടാനുള്ള ചാൻസസ് കുറയും. അതിനോടൊപ്പം തന്നെ നമ്മൾ ഭയങ്കര കുറച്ചും പറയില്ല, എന്നാൽ ഭയങ്കര കൂട്ടിയിട്ടും ആ ഒരു സാലറി പറയാനായിട്ട് പാടില്ല. അപ്പോൾ സാലറി എക്സ്പെക്ടേഷൻ നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു ഇന്റർവ്യൂ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ബേസിക് സാലറി, ആ ഒരു ജോബിന് ബേസിക് സാലറി എത്ര ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ സാലറി എക്സ്പെക്ടേഷൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആൻസർ ചെയ്യാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും
എപ്പോഴും അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പം നാട്ടിൽ എത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഇവിടെ വരുമ്പോൾ ഒരു ഫ്രഷർ എന്ന കണക്കിലായിരിക്കും നമ്മളെ കൂട്ടുന്നത്. സോ ഇവിടെ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നമ്മൾ ഫ്രഷറാണ്. നാട്ടിൽ എത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഇവിടെ വന്നാൽ നമ്മൾ ഫ്രഷർ ആയിരിക്കും. സോ ആ ഒരു രീതിയിലായിരിക്കും നമുക്ക് ബേസിക് സാലറി എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ നാട്ടിലിപ്പോൾ ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ നമ്മൾ സാലറി എക്സ്പെക്ട് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചില സ്ഥാപനങ്ങൾക്കൊന്നും അത്രയും സാലറി നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. സോ അവർ നമ്മളെ റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടും. സോ സാലറി എക്സ്പെക്ടേഷൻ പ്രത്യേകം നിങ്ങൾ ആ ഒരു ബേസിക് സാലറി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം സാലറി എക്സ്പെക്ടേഷൻ ചോദിക്കുമ്പോൾ ആൻസർ ചെയ്യാനായിട്ട് നോക്കുക. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഫാർമസിയുടെ കേസസിലാണെങ്കിൽ ഇപ്പോൾ ഓരോ ഫാർമസീസ്, അതായത് മെയിൻലി ഇപ്പം സിംഗിൾ ഫാർമസീസ് ഉണ്ട്, കുറച്ച് ബ്രാഞ്ചഡ് ഉണ്ട്, നല്ല ബ്രാഞ്ചഡ് ആയിട്ടുള്ള ഫാർമസീസ് ഉണ്ട്. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ സ്ഥാപനങ്ങൾക്കും അവർ പ്രൊവൈഡ് ചെയ്യുന്ന സാലറി എന്ന് പറഞ്ഞാൽ വ്യത്യാസമായിരിക്കും, ബേസിക് സാലറി എന്ന് പറയുന്നത്. സോ അത് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മുടെ സാലറി എക്സ്പെക്ടേഷൻ ചോദിക്കുമ്പോൾ പറയാനായിട്ട് നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഒരു സിംഗിൾ ഫാർമസി എന്ന് പറഞ്ഞാൽ നല്ല ബ്രാഞ്ചഡ് ആയിട്ടുള്ള ഒരു ഫാർമസി പ്രൊവൈഡ് ചെയ്യുന്ന അത്ര ഒരു സാലറി പ്രൊവൈഡ് ചെയ്യണമെന്നില്ല. സോ നമുക്ക് ഇപ്പോൾ നല്ല ബ്രാഞ്ചഡ് ആയിട്ട് ഫാർമസിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അപ്പോൾ അവരുടെ സാലറി ബേസിസ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഇന്റർവ്യൂവിന് പോകുമ്പോൾ സാലറി ചോദിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മളെ റിജക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ എപ്പോഴും സാലറിയുടെ ആ ഒരു സാലറി ബേസിസും ബേസിക് സാലറി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാനായിട്ട് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തിരിച്ചും പറയാറുള്ളവരുണ്ട്. അതായത് ഇപ്പോൾ സാലറി എക്സ്പെക്ടേഷൻ ചോദിച്ചാൽ വളരെ ചെറിയ എമൗണ്ട് പറയുക, അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടിയാൽ മതി, എനിക്ക് ജോലി കിട്ടിയാൽ മതി എന്ന് പറയുന്നവരുമുണ്ട്. ആക്ച്വലി അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. ഒരു ജോലിക്ക് ഒരു ബേസിക് സാലറി ഉണ്ട്. ആ ഒരു ബേസിക് സാലറി എന്തെങ്കിലും നമ്മൾ ആ ഒരു സാലറി എക്സ്പെക്ടേഷനിൽ ചോദിക്കുക. അല്ലാതെ ഭയങ്കരമായിട്ട് കുറച്ചിട്ടും സാലറി ചോദിക്കാതിരിക്കുക. കാരണം ആ ഒരു ജോബിന് തന്നെ അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റിന് തന്നെ നമുക്ക് നമ്മളൊരു റെസ്പെക്റ്റ് കൊടുക്കാത്ത രീതിയായി പോകുന്നത് എനിക്കത് പേഴ്സണലി തീരെ ഇഷ്ടമല്ല. കാരണം നമ്മൾ ഒരുപാട് സാലറി കൂട്ടിയും ചോദിക്കാൻ പാടില്ല, എന്നാൽ സാലറി ഭയങ്കര കുറച്ചും ചോദിക്കാൻ പാടില്ല. നമ്മുടെ എക്സ്പീരിയൻസിനനുസരിച്ചിട്ട് ഒരു ബേസിക് സാലറി നമ്മൾ ചോദിക്കാനായിട്ട് നോക്കാം. ഇനി UAE ജോബ് 2 years ജോബ് ചെയ്തിട്ട് എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ഞാനൊന്ന് പറയാം. ആദ്യം ഞാനിവിടെ വന്ന് ജോബ് സെർച്ച് ചെയ്ത സമയത്ത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് തന്നെ ജോബ് കിട്ടിയിട്ടുണ്ട്. 1 മാസത്തിനകം എനിക്ക് ജോബ് കിട്ടി. സോ ജോബ് കിട്ടിക്കഴിഞ്ഞു. അത് ഒരു 1.5 years ഒക്കെ ഞാൻ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നാട്ടിൽ പോകുന്ന സമയമായിട്ട് ഞാൻ റിസൈൻ ചെയ്തിട്ടാണ് നാട്ടിൽ പോകുന്നത്. നാട്ടിൽ പോകുന്നതിന് 3-4 മാസം മുമ്പ് തന്നെ ഞാൻ റിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ നിന്ന് വന്നിട്ട് നോക്കാം, ആ ഒരു രീതിയിലാണ് ഞാൻ പോയത്. അപ്പോഴും ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് വരുന്നത് ഡിസംബറിലാണ്. അപ്പോൾ ഒരു ജാനുവരി ഒക്കെ ആകുമ്പോൾ എനിക്ക് ജോബ് കിട്ടും എന്ന രീതിയിലായിരുന്നു എൻ്റെ മനസ്സിൽ. അങ്ങനെയാണ് ഞാനിവിടെ വരുന്നത്. പിന്നെ അഗെയിൻ ഇവിടെ ജോബ് നോക്കുന്നത്. സോ രണ്ടാമത് എനിക്ക് ജോലി നോക്കിയപ്പോഴത്തേക്കിനും അത്യാവശ്യം നല്ല പാടായിരുന്നു ജോലി കിട്ടാൻ. അതിൽ മെയിൻലി എനിക്ക് ആ ഒരു സമയത്ത് മനസ്സിലായ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ 1.5 years എനിക്ക് എക്സ്പീരിയൻസ് ആകുമ്പോൾ ഞാൻ അത് പ്രതീക്ഷിച്ചിട്ടായിരിക്കും ഒരു സാലറി എക്സ്പെക്ടേഷൻ കാണുമല്ലോ ഉള്ളത്. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം, പലയിടത്തുനിന്നും കോഴ്സ് വന്ന് ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, പക്ഷേ സാലറി ഭയങ്കരമായിട്ട് കുറച്ചിട്ടാണ് പറയുന്നത്. എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സാലറിക്ക് പോലും വർക്ക് ചെയ്യാൻ അവിടെ ആളുണ്ട്. അതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് എക്സ്പീരിയൻസ് വേണം. ഓക്കെ, നിങ്ങളിപ്പോൾ ഫ്രഷറാണ്, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണം, അതെല്ലാം ഓക്കെ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ നന്നായിട്ട് കുറച്ച് ചിലർ സാലറി പറയാറുണ്ട് ചില സ്ഥാപനങ്ങൾ. എനിക്ക് അപ്പോൾ മനസ്സിലായൊരു കാര്യം അതാണ്. അത്രയും കുറഞ്ഞ ഒരു സാലറിക്ക് നിങ്ങൾ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അത്രയും കുറഞ്ഞ് നമ്മളിപ്പോൾ ഒരു ഫാർമസിസ്റ്റ് ആണ്, നമ്മൾ അതുപോലെ പഠിച്ചിട്ട് ആണ് വരുന്നത്, അതുപോലെ എക്സാം എഴുതിയിട്ടാണ് വരുന്നത്, നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് എല്ലാ ജോബും അങ്ങനെ തന്നെയാണ്. അപ്പം നമുക്കൊരു ബേസിക് സാലറി ഉണ്ട്. ആ ഒരു ബേസിക് സാലറി നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പം ഞാൻ ഒരിക്കലും പറയത്തില്ല ദുബായിലുള്ള ബേസിക് സാലറി ആയിരിക്കും ഇവിടെ കിട്ടുന്നത് എന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. ഇവിടെ ബേസിക് സാലറി കുറച്ച് കുറവാണ് റാസൽ ഗെയിമിൽ. പക്ഷെ ആ ഒരു കുറഞ്ഞ സാലറി ആണെങ്കിൽ പോലും ആ ഒരു ബേസിക് സാലറി മനസ്സിലാക്കുക. അതിലും കുറച്ചിട്ട് നിങ്ങൾ ജോബ് ചെയ്യാൻ നിന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ ജോബിനോട് എന്ത് റെസ്പെക്റ്റ് ആണ് കൊടുക്കുന്നത്? നമുക്ക് എങ്ങനെയെങ്കിലും എത്രയെങ്കിലും സാലറിക്ക് ജോബ് ചെയ്യണേ ആ ഒരു ജോബിന് തന്നെയുള്ള ഒരു റെസ്പെക്റ്റ് നമ്മൾ കളയല്ലേ ചെയ്യുന്നത്. സോ ഒരു ബേസിക് സാലറി നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു ബേസിക് സാലറി ചോദിക്കാനായിട്ട് നോക്കുക എപ്പോഴും ഇന്റർവ്യൂസിന്. അതുകൊണ്ട് തന്നെ ഞാൻ ചില ജോബ് ഓഫേഴ്സ് ഞാൻ റിജക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചിലത് കിട്ടാത്തതും ഉണ്ട് കേട്ടോ, ഇന്റർവ്യൂസിന് പോയിട്ട് കിട്ടാത്തതും ഉണ്ട്. അങ്ങനെ പിന്നെ എനിക്ക് ഇവിടെ ഞാൻ ഇപ്പം ആ ഒരു സമയത്ത് ഇവിടെ ഒരു ഫാർമസി, ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഫാർമസിയിൽ തന്നെ അവർ പുതിയ ഫാർമസിസ്റ്റിനെ നോക്കുന്നുണ്ട്, വേക്കൻസീസ് ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെ ആ ഒരു ഫാർമസിയിൽ കിട്ടിയാൽ കൊള്ളാം എന്നൊരു തോട്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും പോയി വരാൻ എളുപ്പമാണ്. ഇക്കുവിൻ്റെ ഫാർമസി ആയാലും എൻ്റെ അപ്പം ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഫാർമസി ആയാലും കുറച്ച് ദൂരമേ ഉള്ളൂ. നമ്മൾ നടുക്ക് തന്നെയാണ് ഇപ്പോൾ റൂം എടുത്തേക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഫാർമസി കിട്ടിയാൽ കൊള്ളാം എന്നെനിക്കുണ്ടായിരുന്നു.
അങ്ങനെ ആ ഒരു സമയത്തൊക്കെ നമ്മൾ അതും നമ്മളിപ്പോൾ ഇങ്ങനെ പർച്ചേസിങ്ങിനൊക്കെ പോകുന്ന ആ ഒരു ഏരിയയിൽ തന്നെയുള്ളൊരു ഫാർമസി ആയിരുന്നു. അപ്പോൾ എപ്പോഴും നമ്മൾ പോകുമ്പോൾ ആ ഒരു ഫാർമസി പോയിട്ട് ഞാൻ വേക്കൻസി ഇങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നു. ആദ്യം ഞാൻ റെസ്യൂം കൊടുത്തു, അവിടുന്ന് എനിക്കൊരു കോൾ വന്നു. പിന്നെ 1 മന്ത് കഴിഞ്ഞിട്ടേ അവിടെ വേക്കൻസി, അതായത് 1 മന്ത് കഴിഞ്ഞേ എടുക്കുന്നുള്ളൂ. അവിടെ എല്ലാം ഇപ്പം മാനേജ്മെന്റ് ഒക്കെ ചേഞ്ച് ആയി, എല്ലാം റിന്യൂവേറ്റിംഗ് പ്രോസസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. സോ അതുകൊണ്ട് തന്നെ 1 മന്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ അവർ കൺഫേം ആയിട്ടൊന്നും പറയുന്നില്ല. അതുകൊണ്ട് ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു, കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ എല്ലാം ഞാൻ ആ ഒരു ഫാർമസി പോയിട്ട് ചോദിക്കാറുണ്ടായിരുന്നു, ജോബ് ഉണ്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എടുത്തോ എന്നൊക്കെ. സോ അങ്ങനെ നിങ്ങളിപ്പോൾ ജോലി ഇപ്പോൾ അങ്ങനെ ഏതെങ്കിലും വേക്കൻസീസ് ഉണ്ടെന്നൊക്കെ നിങ്ങൾ അറിയുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോയി അന്വേഷിക്കുക. അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഇനി ഫാർമസിസ്റ്റിന്റെ ബേസിക് സാലറി എത്രയായിരിക്കും എന്ന് ഡൗട്ട് വന്നേക്കാം. ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ദുബായിലുള്ള ഒരു ബേസിക് സാലറി ആയിരിക്കത്തില്ല ഒരിക്കലും റാസൽ ഖൈമയിൽ ഫാർമസിസ്റ്റിന്റെ ബേസിക് സാലറി എന്ന് പറയുന്നത്. അത് ഞാൻ എപ്പോഴും പ്രൈവറ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ സിംഗിൾ ഫാർമസീസ്, കുറച്ച് ബ്രാൻഡഡ് ഫാർമസി, അവിടത്തെയൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. കുറച്ചുകൂടി നല്ല ബ്രാൻഡഡ് ഫാർമസി ആണെങ്കിൽ അത്യാവശ്യം ഒരു നല്ലൊരു സാലറി കിട്ടും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ബേസിക് സാലറി അറൗണ്ട് 3000 to 3500 ഒക്കെയാണ് ഇവിടെ ബേസിക് സാലറി പ്രൊവൈഡ് ചെയ്യുന്നത്. അതിലും കുറഞ്ഞിട്ട് നിങ്ങൾ മാക്സിമം കയറാതിരിക്കുക. കാരണം നമ്മൾ നന്നായിട്ട് കുറഞ്ഞ ഒരു സാലറിക്കാണ് കയറുന്നതെങ്കിൽ പിന്നെ എന്താ നമുക്കൊരു പ്രയോജനവും ഇല്ല. അതുപോലെ തന്നെ നമ്മൾ അത്രയും കുറഞ്ഞൊരു സാലറിക്ക് കയറുമ്പോൾ പിന്നെ അവരുടെ തോട്ട് എന്തായിരിക്കും വരുന്നത്, അവിടുത്തെ മാനേജേഴ്സിന്റെ ഈ ഒരു സാലറിക്ക് വർക്ക് ചെയ്യാൻ ആൾക്കാരുണ്ട്. അപ്പൊ അവർ ആ ഒരു രീതിയിൽ പിന്നെ സാലറി പറയത്തുള്ളൂ. സോ നമ്മുടെ സാലറി തന്നെ നന്നായിട്ട് കുറഞ്ഞു പോകാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. സോ നിങ്ങളൊരു ബേസിക് സാലറി എപ്പോഴും ഇവിടുത്തെ ഈ ഒരു ഏരിയയിലെ സാലറിയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഒരു 3000 to 3500 ആണ് ഇവിടുത്തെ ബേസിക് സാലറി വരുന്നത്. ഇനി ഫാർമസിസ്റ്റിന്റെ ജോബിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഫാർമസീസ് ഇവിടെ ധാരാളം വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫാർമസിസ്റ്റുകളും വരുന്നുണ്ട്. പണ്ടത്തെ ഒരു രീതിയല്ല ഇവിടെ. പണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ കുറച്ച് ഫാർമസീസ് മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ബേസിക് സാലറി ഒക്കെ അത്യാവശ്യം നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ബേസിക് സാലറി ഒക്കെ കുറഞ്ഞു വരികയാണ്. സോ ഇവിടെ ഫാർമസീസ് വരുന്നതിനനുസരിച്ച് തന്നെ ഒരുപാട് ഫാർമസിസ്റ്റുകളും വരുന്നുണ്ട്. എന്ന് പറഞ്ഞ് വേക്കൻസി ഇല്ല എന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ. ഒരുപാട് വേക്കൻസീസും വരുന്നുണ്ട്. നന്നായിട്ട് നമ്മൾ ജോബ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഒരു ഫാർമസിസ്റ്റിൽ എന്തായാലും ജോബ് കിട്ടും. ജോബ് കിട്ടാതൊന്നും ഇരിക്കത്തില്ല ഒരിക്കലും. ചിലപ്പോൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. എനിക്കും തോന്നിയ ഒരു കാര്യമാണ് അത് കേട്ടോ. ഞാൻ പലപ്പോഴും ഇങ്ങനെ ജോലി ഇപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഇത്രയും കുറഞ്ഞ ഒരു സാലറി ഒക്കെ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആവും. അത് സത്യമായിട്ടുള്ളൊരു കാര്യം. നമുക്ക് വേറെ ജോബ് ഒന്നും നോക്കിയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ കിട്ടുന്ന സാലറിക്ക് അങ്ങ് കയറാമെന്ന് വിചാരിക്കും. ഞാനും കൺഫ്യൂസ്ഡ് ആയി നിന്നിട്ടുണ്ട്. ഓക്കെ പറയട്ടെ എന്നൊക്കെ ഞാൻ ഹസ്ബൻഡിനോടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല. നമുക്ക് അതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ വരും. കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മൾ ചാടിക്കയറി ഓക്കെ പറഞ്ഞ് കയറുകയാണെങ്കിൽ പിന്നെ നമുക്ക് ചിലപ്പോൾ മാറാൻ പറ്റിയെന്ന് വരത്തില്ല. ഇതിൽ ജോബ് കിട്ടില്ല എന്ന് ഞാൻ പറയത്തില്ല. അത്യാവശ്യം നിങ്ങൾ നന്നായിട്ട് സെർച്ച് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഇവിടെ യു എയിൽ ഇപ്പോൾ ഫാർമസിസ്റ്റ് ആണെങ്കിൽ ഫാർമസിസ്റ്റിനെ കുറിച്ചിട്ട് എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനായിട്ട് അറിയത്തുള്ളൂ. സോ ഫാർമസിസ്റ്റ് ആണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ജോബ് കിട്ടും, അത് ഉറപ്പുള്ള കാര്യമാണ്. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്താലും നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ജോബ് തന്നെ കിട്ടും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവർക്കും വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കട്ടെ, നല്ല ജോലിയൊക്കെ കിട്ടട്ടെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് നോക്കുക, ഇവിടെ ജോബ് ചെയ്യാൻ താല്പര്യമുള്ളവർ. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി ഇങ്ങനത്തെയൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ്, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.